യേശു എൻ്റെ പാപത്തെ യേശുവിനെ എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. പല ആളുകളും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് പാപം ചെയ്ത മനുഷ്യൻ്റെ പാപം പെട്ടെന്ന് ക്ഷമിച്ചൂടെ? ദൈവം എന്തുകൊണ്ട്, ദൈവം സർവശക്തനാണ്, ദൈവം സ്നേഹമാണ് എന്ന് പറയുന്ന ആ ദൈവത്തിന് എന്തുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പാപം ദൈവത്തിന് അങ്ങ് ക്ഷമിച്ചൂടെ? പ്രിയപ്പെട്ടവർ, ഈ ചോദ്യം സത്യമാണ്. സ്നേഹം തന്നെയായ ദൈവത്തിന് ഈ പാപം ക്ഷമിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാൽ ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവം നമ്മൾ കാണാതെ പോകരുത്. ദൈവം നീതിമാനാണ്. ദൈവം കരുണാമയനാണ് എന്നത് സത്യം. അതുപോലെ ഈക്വലി ട്രൂ ആയ സ്റ്റേറ്റ്മെൻ്റാണ് ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം നീതിമാൻ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ മറ്റൊരാൾക്കെതിരെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചു, മറ്റൊരാൾക്ക് അർഹമായിരുന്ന ഒരാളുടെ 10 ലക്ഷം രൂപ ഞാൻ കവർന്നെടുത്തു. അങ്ങനെ മോഷ്ടിച്ചെടുത്ത ഞാൻ ആ വ്യക്തിക്ക് ന്യായമായി എന്തോ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാനുണ്ടായിരുന്ന ഒരു തുക അങ്ങനെ മോഷ്ടിച്ചെടുത്ത ഞാൻ പറയുകയാണ്, ദൈവത്തിന് അത് ക്ഷമിച്ചൂടെ? ദൈവത്തിന് അത് ക്ഷമിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ ഈ വ്യക്തിയുടെ 10 ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തതിലൂടെ ആ വ്യക്തിയോട് ഞാനൊരു അനീതി ചെയ്ത്, ആ വ്യക്തി ഒരു അനീതിക്കിരയായിരിക്കുകയാണ്. നീതിമാനായ ദൈവത്തിന് ഇത് കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല. ഈ അനീതി പരിഹരിക്കപ്പെടാതെ, അല്ലെങ്കിൽ അവൻ സഹിച്ച വേദന പരിഹരിക്കപ്പെടാതെ ആ പാപം ക്ഷമിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി മറ്റൊരാളെ, ഒരു ഭിക്ഷക്കാരനെ ഒരാൾ ഒരു കയറ് കെട്ടി അടിക്കുന്നത് ഒരിക്കൽ ഞാൻ കണ്ടു. ഒരു കയറ് കയ്യിൽ കിട്ടിയ ഒരു പിടി പ്ലാസ്റ്റിക് കയറ് കൊണ്ട് മറ്റൊരാളെ അടിക്കുകയാണ്. അപ്പോൾ ഈ അടിച്ച വ്യക്തി ഒരു വശത്ത്, അടി കൊണ്ട വ്യക്തി മറ്റൊരു വശത്ത്. ഈ അടി കൊണ്ടവന് നല്ല മരണത്തോട് തുലനം ചെയ്യാവുന്ന വേദനയുണ്ട്. അത്ര അസഹനീയമായ വേദനയുണ്ട്. അടി കൊണ്ട വ്യക്തി പോയി അടിച്ച വ്യക്തി കർത്താവിനോട് പറയുകയാണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നീതിയുടെ ഒരു വിഷയമുണ്ട്. ഈ അടി കൊണ്ടവൻ്റെ കണ്ണീരിന് ദൈവസന്നിധിയിൽ ഒരു വിലയില്ലേ? അപ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ പാപത്തെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മറ്റൊരു വിധത്തിൽ ഇതിനെ പറയാൻ ശ്രമിക്കുകയാണ്. അതായത്, ദൈവം കരുണാമയനാണ്, ദൈവത്തിന് പാപം ക്ഷമിക്കാൻ പറ്റും, ദൈവം കാരുണ്യവാനായ ദൈവം പാപം ക്ഷമിച്ചൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുകയാണ്, ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിന് ക്ഷമിക്കാൻ സാധിക്കാതെ വരുന്നത് ഏത് പാപത്തിലും ഒരു അനീതിയുടെ വിഷയം ഉണ്ട്. പാപത്തിൽ ഒരു അനീതിയുടെ പ്രശ്നം കിടക്കുന്നത് കൊണ്ട് പാപത്തിൻ്റെ പരിഹാരം ആരെങ്കിലും ചെയ്തേ പറ്റൂ. ഇത് ഗ്രഹിക്കാൻ നിങ്ങളോട് ഞാനൊരു ഉദാഹരണം പറയാം. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ മനസ്സുമടുത്ത ഒരു കൂട്ടം ആളുകൾ കലാപകാരികളായി മാറി. വിപ്ലവകാരികളായി മാറിയ ഈ ഒരു കൂട്ടം ആളുകൾ, തീവ്രവാദികൾ, രഹസ്യമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് കാട്ടിലൂടെ പാതിരാത്രികളിൽ സഞ്ചരിക്കുകയാണ്. റഷ്യയുടെ ഭരണസിരാകേന്ദ്രം ആ സ്ഥലത്തെത്തി സാർ ചക്രവർത്തിമാരെ വധിച്ച് ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ നിഗൂഢമായി യാത്ര ചെയ്യുന്ന ഈ സംഘം, അവരങ്ങനെ യാത്ര പോകുന്ന ആ സംഘത്തിലുള്ള ആളുകൾക്ക് ഓരോ ദിവസവും ആവശ്യത്തിന് മാത്രം കഴിക്കാവുന്ന ഭക്ഷണം അത് റേഷനായിട്ടാണ് നൽകുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ഇത്ര എമൗണ്ട് ഭക്ഷണമേ കൊടുക്കൂ, കാരണം അത്രേ കൊടുക്കാൻ പറ്റൂ. ഇവർ ഒളിച്ച് യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് പരസ്യമായി ഭക്ഷണം വാങ്ങാനൊന്നും പോകാൻ പറ്റില്ല, ഇവരുടെ കയ്യിൽ പണമില്ല.
രാത്രിയിൽ ഒളിച്ച് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് 15 ദിവസം കൊണ്ടാണ് ഈ യാത്ര അവസാനിക്കുന്നതെങ്കിൽ 15 ദിവസത്തേക്ക് വേണ്ട ഭക്ഷണം പാക്കറ്റുകളാക്കി ഇവർ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഓരോ ദിവസവും ഇത്ര അളവ് ഭക്ഷണമേ ഉള്ളൂ. അപ്പോൾ ഈ സംഘത്തിൻ്റെ തലവൻ ഇപ്രകാരം ഒരു നിബന്ധന വെച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഈ നിയമം തെറ്റിച്ച് ഭക്ഷണം മോഷ്ടിച്ചെടുത്താൽ തങ്ങൾക്ക് അതാത് ദിവസം കിട്ടുന്ന വളരെ ലിമിറ്റഡായ എമൗണ്ട് ഭക്ഷണമല്ലാതെ കൂടുതൽ ഭക്ഷണം മോഷ്ടിച്ചെടുത്താൽ അടുത്ത ദിവസം ആർക്കെങ്കിലും ഭക്ഷണം ഇല്ലാതാവും. അതവരുടെ യാത്രയെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ സംഘത്തലവൻ ഒരു നിയമം വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം മോഷ്ടിച്ചെടുത്ത് ഭക്ഷണം ആർക്കെങ്കിലും കിട്ടാതെ പോകുന്നതിൻ്റെ ശിക്ഷയായി ആരാണോ ആഹാരം മോഷ്ടിച്ചെടുക്കുന്നത് ആ വ്യക്തിയെ ഒരു മരത്തിൽ കെട്ടിയിട്ട് 25 തവണ ചാട്ടവാറ് കൊണ്ടടിക്കും. അപ്പോൾ അത് പേടിച്ച് ആരും ഭക്ഷണം മോഷ്ടിക്കരുത്. അങ്ങനെ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഈ സംഘത്തിൻ്റെ ഭക്ഷണശേഖരത്തിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കപ്പെട്ടതായി അവർ മനസ്സിലാക്കി. അപ്പം അന്വേഷിച്ച് കഴിയുമ്പോൾ ആരാണ് ഈ ആഹാരം മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ കൊള്ള സംഘത്തിൻ്റെ തീവ്രവാദ ഗ്രൂപ്പിലെ ആ സംഘത്തലവൻ്റെ അമ്മയാണ് ഭക്ഷണം മോഷ്ടിച്ചതെന്ന് അവർ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ പെട്ടെന്ന് ഒരു ചോദ്യം ഉയരുന്നു. പെറ്റതള്ള ഭക്ഷണം മോഷ്ടിച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശിക്ഷ അമ്മയ്ക്ക് കൊടുക്കുമോ? ഏകമകൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന അമ്മയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ കൊടുക്കുമോ? അവർക്കിത് അറിയണം. ആരും ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാവരുടെയും ഉള്ളിൽ ഈ ചോദ്യമുണ്ട്. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പ് ഒരുമിച്ച് കൂടുന്നു. ഭക്ഷണം മോഷ്ടിച്ചെടുത്ത ആളെ കൊണ്ടുവരാൻ ഉത്തരവിടുന്നു. പേടിച്ചരണ്ട് നിൽക്കുന്ന ഈ അമ്മയെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നു. മകൻ അമ്മയാണെന്ന് കണ്ട് നടുങ്ങി നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൗതുകത്തോടെ നോക്കുകയാണ്. എന്ത് ശിക്ഷയാണ് അമ്മയ്ക്ക് മകൻ വിധിക്കാൻ പോകുന്നത്? ഒരു സങ്കോചവും മടിയുമില്ലാതെ മകൻ ഇപ്രകാരം ഒരു ശിക്ഷ വിധിക്കുകയാണ്. അതായത് ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്ക് ശിക്ഷയ്ക്ക് മാറ്റമില്ല. 25 തവണ ഈ സ്ത്രീയെ ചാട്ടവാറടിക്കാൻ ഞാൻ ഉത്തരവിടുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യതയുള്ള വ്യക്തികൾ, ഇവൻ്റെ അനുയായികൾ പേടിച്ചു നിൽക്കുന്ന സമയത്ത് ഈ സംഘത്തലവൻ പറയുകയാണ്, പെട്ടെന്ന് അമ്മയെ പിടിച്ച് കെട്ടി ഞാൻ ഉത്തരവിട്ടതുപോലെ 25 തവണ ചാട്ടവാറ് കൊണ്ടടിക്കുക. നിയമം എല്ലാവർക്കും ഈ ഗ്രൂപ്പിൽ ബാധകമാണ്. ഇന്ന് അമ്മയ്ക്ക് ഞാനൊരു എക്സ്ക്യൂസ് കൊടുത്താൽ, അമ്മയോട് ഞാൻ ക്ഷമിച്ചാൽ, നാളെ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ ജീവൻ കളഞ്ഞ് യാത്ര ചെയ്യുന്നു, ആ ലക്ഷ്യം പാഴായിപ്പോവും. അങ്ങനെ പേടിച്ചു നിൽക്കുന്ന അമ്മയെ അനുയായികൾ പിടിച്ച് മരത്തോട് ചേർത്ത് കെട്ടി 25 തവണ ചാട്ടവാറടിക്കാൻ അയാൾ ഉത്തരവിട്ടു. ആദ്യത്തെ പ്രാവശ്യം അയാൾ 1 എന്ന് വിളിച്ച് പറയുമ്പോൾ ചാട്ടവാർ ഉയർത്തി അനുയായി ആഞ്ഞടിക്കണം. പക്ഷേ ഈ ചാട്ട കൊണ്ടടിക്കേണ്ടവൻ പേടിച്ചു നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ വലിയ ദേഷ്യത്തോടെ പറഞ്ഞു, നിന്നോട് ഞാൻ അടിക്കാനല്ലേ പറഞ്ഞത്. അനുയായി ചാട്ടവാർ ഉയർത്തി കെട്ടപ്പെട്ട് നിൽക്കുന്ന അമ്മയുടെ ശരീരത്തിലേക്ക് ആദ്യത്തെ ചാട്ട വീശി ആദ്യത്തെ അടിയടിക്കുന്ന സമയത്ത് മകനാണിത്, അമ്മയ്ക്കാണ് അടികൊള്ളുന്നത്. മകനത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവൻ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ചു. ആദ്യത്തെ അടി മകൻ്റെ മേൽ വീണു. അവൻ 2 എന്ന് വിളിച്ചു പറഞ്ഞു. രണ്ടാമത്തെ അടി അമ്മയിലേക്ക് വീഴുമ്പോൾ രണ്ടാമത് മകൻ അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ചു. രണ്ടാമത്തെ അടിയും മകൻ്റെ മുതുകിൽ വീണു. അങ്ങനെ 3, 4, 25 അടികളും അമ്മയ്ക്ക് ശിക്ഷ വിധിച്ചു. ശിക്ഷ നടപ്പാക്കി. പക്ഷേ അമ്മ ശിക്ഷ ഏറ്റുവാങ്ങുന്നില്ല. അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മകൻ ശിക്ഷ ഏറ്റുവാങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു എങ്ങനെയാണ് പാപത്തിന് പരിഹാരമായത് എന്ന ചോദ്യത്തിന് മറുപടി തരാൻ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണിത്. യേശുക്രിസ്തു എങ്ങനെയാണ് ലോകത്തിൻ്റെ രക്ഷകനായി മാറുന്നത് എന്നത്. പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിന് ശിക്ഷയുള്ളതിൻ്റെ കാരണം ഏത് പാപവും ഒരനീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു വൈദികൻ പങ്കുവച്ച അനുഭവം ഞാൻ ഓർക്കുകയാണ്. 2 സുഹൃത്തുക്കൾ, ആത്മബന്ധം, അവർ തമ്മിൽ വിട്ടുപിരിയാനാവാത്ത ആത്മസൗഹൃദത്തിൻ്റെ ആ ബന്ധത്തിൻ്റെ അടുപ്പമുള്ള 2 പേര്. അതിലൊരാൾ
തൻ്റെ മകളെ കല്യാണം നടത്താൻ വേണ്ടി തൊട്ടടുത്ത ആഴ്ചയിൽ മകളുടെ കല്യാണത്തിന് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന 25 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപ തൊട്ടടുത്ത ഈ സുഹൃത്ത് വാങ്ങിക്കൊണ്ടു പോവുകയാണ് ഒരാവശ്യം പറഞ്ഞ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് നിന്റെ മകളുടെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് ആ പറയുന്ന ദിവസത്തിൻ്റെ തലേന്ന് ഞാനിത് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയ ആൾക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ മനുഷ്യൻ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ നാട്ടിൽ നിന്ന് അയാൾ എന്നേക്കുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. പിന്നീട് ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെ വർഷങ്ങൾ കഴിയുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഇയാൾ മടങ്ങിയെത്തുകയാണ്. കയ്യിൽ വലിയൊരു ബാഗുണ്ട്, അതിനകത്ത് ലക്ഷങ്ങളുണ്ട്. അത് കൊണ്ടുവന്ന് തൻ്റെ സുഹൃത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തിട്ട് കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇയാൾ പറയുകയാണ്, ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു തരാൻ നിവൃത്തിയില്ലാതെ വന്നൊരു സന്ദർഭത്തിൽ എനിക്ക് മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ നാട് വിട്ടതാണ്. അന്ന് എനിക്ക് ഗതിയില്ലായിരുന്നു. ദേ, ഞാൻ വാങ്ങിച്ചതിൻ്റെ ഒരുപാട് ഇരട്ടി പണം ഇതിനകത്തുണ്ട്, നീ അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സ്നേഹിതൻ, ആ പഴയ സ്നേഹിതൻ ഇങ്ങനെ മറുപടി പറയുന്നു, ഈ പണം നീ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചെടുത്ത പണത്തിൻ്റെ 10 ഇരട്ടി പണം ഇന്നെനിക്ക് നീ കൊണ്ട് തന്നാലും അതൊരു പരിഹാരമാവില്ല. കാരണം നീ അന്ന് തരാതെ തട്ടിയെടുത്ത് കൊണ്ടുപോയ ആ പണം എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് അന്ന് എൻ്റെ മകളുടെ കല്യാണം മുടങ്ങി. പിന്നീട് അവൾ മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചില്ല. ഇന്നും കല്യാണം കഴിക്കാതെ അവൾ വീട്ടിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ കൊണ്ടുവന്ന് ഈ പണത്തിൻ്റെ 10 ഇരട്ടി തിരിച്ചു കൊടുത്താലും അത് ആ പാപത്തിന് പരിഹാരമാവുന്നില്ല, ആ അനീതിക്ക് പരിഹാരമാവുന്നില്ല. ആ മകള് വിവാഹം കഴിക്കാതെ ഒറ്റപ്പെട്ട് മരണം വരെയും ജീവിക്കുന്ന ആ ദുഃഖത്തിന് ഇയാൾ കൊടുക്കുന്ന എത്ര എമൗണ്ട് അയാൾ കൊടുത്താലും അത് പരിഹാരമാവുന്നില്ല. ലോകത്തെ എല്ലാ പാപത്തിനും പാപം സൃഷ്ടിച്ച അനീതിയും പാപം സമ്മാനിച്ച ശിക്ഷയുമുണ്ട്. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ പരിഹാരം ലോകത്തൊരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല. ഒരാൾ വന്ന് എന്നെ അടിച്ചാൽ, ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്ന് പരസ്യമായി എന്നെ അടിച്ചാൽ, അടി കൊണ്ട് എന്നോട് 1000 തവണ അയാൾ മാപ്പ് ചോദിച്ചാലും ഞാൻ ഈ സഹിച്ച വേദനയ്ക്കും ഹ്യൂമിലിയേഷനും അത് ഒരിക്കലും പരിഹാരമാവില്ല. അതിനകത്ത് പാപം ചെയ്ത വ്യക്തി സമ്മാനിച്ച ഒരു അനീതിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിന് ശിക്ഷയുള്ളത് കൊണ്ട് കരുണാമയനായ ദൈവം കാരുണ്യവാനാണെങ്കിലും ദൈവത്തിന് പാപത്തിൻ്റെ ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ശിക്ഷ വരുന്നത് ദൈവത്തിന് തടയാതിരിക്കാൻ പറ്റില്ല. പാപത്തിൽ ഒരു അനീതിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അമ്മയാണെങ്കിലും ശിക്ഷ വിധിച്ചേ പറ്റൂ. കാരണം ഈ സംഘത്തിൻ്റെ നിയമം അതാണ്. അല്ലെങ്കിൽ അങ്ങനെ ആ ശിക്ഷ വിധിച്ചില്ലെങ്കിൽ അത് അനീതിയാണ്, അത് നീതികേടാണ്. ഇതറിയാവുന്ന ദൈവം, മഹാനീതിമാനായ ദൈവം, അവൻ കാരുണ്യവാനാണെങ്കിലും തൻ്റെ മക്കൾ പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷ അവരിലേക്ക് കൊടുക്കാതിരിക്കാൻ നീതിമാനായ ദൈവത്തിന് സാധിക്കില്ല. പാപത്തിൻ്റെ ശിക്ഷ വിധിച്ചേ പറ്റൂ. എന്നാൽ ദൈവം നീതിമാനായിരിക്കുമ്പോൾ തന്നെ ദൈവം സ്നേഹം നിറഞ്ഞ അപ്പനായതുകൊണ്ട് തൻ്റെ മക്കൾ ഈ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കരുത് എന്ന് കരുതുന്ന ദൈവം ആ ശിക്ഷ മുഴുവൻ തൻ്റെ ഏകജാതൻ്റെ മേൽ വെച്ച് കെട്ടി ആ ഏകജാതൻ കുരിശിലേക്ക് കയറി കുരിശിൽ മരിച്ച് പാപത്തിന് പരിഹാരം ചെയ്തു. പാപം കൊണ്ടുവന്ന മുഴുവൻ ശിക്ഷയും മാനവരാശിയുടെ ആരംഭം മുതൽ പ്രപഞ്ചം തീരുന്നത് വരെ, പിറന്നു വീഴാനിരിക്കുന്ന അവസാനത്തെ വ്യക്തിയുടെ വരെ എല്ലാ പാപങ്ങൾക്കും ആ പാപം കൊണ്ടുവന്ന വേദനയ്ക്കും കാൽവരിയുടെ നെറുകയിൽ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത മരണവേദന സഹിച്ചുകൊണ്ട് ഈശോ പരിഹാരം ചെയ്ത് പാപവും പാപത്തിൻ്റെ ശിക്ഷയും കുരിശിൽ ഏറ്റെടുത്തു എന്നതാണ് സുവിശേഷം. അതാണ് യേശുവിനെ ലോകത്തിൻ്റെ രക്ഷകനും ഏകരക്ഷകനുമാക്കി മാറ്റുന്നത്. ലോകത്ത് മറ്റൊരു മതത്തിലും മറ്റൊരു മത നേതാവിനും ഇത് അവകാശപ്പെടാൻ പറ്റില്ല. ലോകത്താരും മനുഷ്യൻ്റെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടില്ല. പാപത്തിന് പരിഹാരം തരാമെന്ന് പ്രപഞ്ച ചരിത്രത്തിൽ പിറന്നു വീണ മറ്റൊരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. വേറെ ആർക്കും അത് പറയാൻ പറ്റില്ല. അത് മറ്റാരെയും നിന്ദിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അങ്ങനെ പറയാൻ ആരും മാനവരാശിയുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തിട്ടില്ല. പ്രപഞ്ചം ചെയ്ത, മനുഷ്യൻ ചെയ്ത എല്ലാ പാപത്തിൻ്റെയും ശിക്ഷ ഈശോ കുരിശിൽ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പാപത്തിൻ്റെ മുഴുവൻ ശിക്ഷയും യേശുവിൻ്റെ മേൽ ദൈവം ചുമത്തി അവനെ പാപത്തിൻ്റെ പരിഹാരയാഗമാക്കി. അവനെ പാപമറിയാത്തവനെ ദൈവം
പാപമാക്കി മാറ്റി. ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോയുടെ നാഡീഞരമ്പുകൾ പൊട്ടി രക്തമൊഴുകി കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ പോലെ രക്തത്തുള്ളികൾ നിലത്തേക്ക് വീഴുന്നത് നാം വായിക്കുന്നു. ഈശോ എന്തുകൊണ്ട് രക്തം വിയർത്തു എന്നതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ മരണകരമായ വേദന, പാപം സമ്മാനിക്കുന്ന വേദന, പാപം ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബത്തിലും ആ വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിലും പാപം കൊണ്ടുവരുന്ന ആ മരണകരമായ വേദന ഒരാളുടെ അല്ല, പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യരുടെയും, കോടാനുകോടി മനുഷ്യരുടെ പാപം കൊണ്ടുവന്ന മരണവേദന താങ്ങാൻ പറ്റാതെയാണ് ഈശോയുടെ ഞരമ്പുകൾ പൊട്ടി രക്തമൊഴുകുന്നത്. അപ്പൊ സകല പാപത്തെയും ഈശോ കുരിശിലേറ്റെടുത്തു. ആ കുരിശിൽ ഈശോ പാപത്തിന് തൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ആ പാപത്തിന് ഈശോ കുരിശിൽ പരിഹാരം ചെയ്തു. ആ യേശുവിനെ രക്ഷകനും നാഥനുമായി ഒരു വ്യക്തി ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്ക് കർത്താവ് പകർന്നു തന്ന അനുഗ്രഹത്തിൻ്റെ പാപമോചനത്തിൻ്റെ അഭിഷേകം ഒഴുകുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങളുടെയും ബലഹീനതകളുടെയും ആകത്തുകയാണ് മനുഷ്യൻ്റെ ജീവിതം. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അങ്ങനെയുള്ള ആ പാപങ്ങളുടെ ആധിക്യം മുഴുവൻ ഹൃദയത്തിൽ ഭാരമായി കൊണ്ടു നടന്ന് ആ പാപം പലരെയും രോഗികളാക്കി. 107 സങ്കീർത്തനം 17 തിരുവചനം, വിനാശത്തിൻ്റെ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായി. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിൽ അകപ്പെട്ടു. പാപം പലരെയും രോഗികളാക്കി. പാപം പലരെയും മാനസിക അസ്വസ്ഥതകളിൽ എത്തിച്ചു. പാപത്തിൻ്റെ മുറിവുകൾ പലരെയും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവരാക്കി മാറ്റി. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാരവും കുറ്റബോധവും പലരുടെയും സ്വസ്ഥത നശിപ്പിച്ചു. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവന വിശ്വാസയോഗ്യമാണ് എന്നതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് പാപിക്കും പ്രത്യാശയുണ്ട്, ഏത് പാപത്തിനും മോചനമുണ്ട്, ഏത് അടിമത്തത്തിൽ നിന്നും കർത്താവ് രക്ഷിക്കാൻ തയ്യാറാണ് എന്നതാണ് സുവിശേഷം. അതുകൊണ്ട് യേശുക്രിസ്തു അപ്പോസ്തല പ്രവർത്തനം 4 അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമായ യേശു എന്ന ആ രക്ഷകനെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി തൻ്റെ പാപങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിൻ്റെ കൃപ ആ വ്യക്തിയിലേക്ക് ഒഴുകുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ഏറ്റുപറയാത്ത ഏതെങ്കിലും തിന്മയോ പാപമോ അകൃത്യങ്ങളോ, ജീവിതത്തിൽ വലിയ ഭാരങ്ങളും ബാധ്യതകളും ബന്ധനങ്ങളും, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ വേലി തകർന്നു കിടക്കുന്ന അനുഭവങ്ങളും നമ്മുടെ കുടുംബങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശുവിലൂടെ കൈവന്ന രക്ഷ സ്വീകരിക്കാൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. റോമാലേഖനം 1 അധ്യായം 16 തിരുവചനം, വിശ്വസിക്കുന്ന ഏവർക്കും സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഇത് വിശ്വസിക്കുന്ന വ്യക്തിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു, നീ എവിടെയായിരുന്നാലും, നീ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഈ വചനം കേട്ടാലും, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ വിശ്വസിച്ച് നിന്റെ പാപങ്ങളേറ്റ് പറഞ്ഞ് യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരുമ്പോൾ അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയായി മാറും. ദിവസങ്ങളിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ശക്തമായി നിറയേണ്ട ഒരു ചിന്തയാണ്, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈശോ എൻ്റെ പകരക്കാരനായി മരിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതിനെ പെട്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പടയാളികൾ താമസിച്ചിരുന്ന, യുദ്ധത്തിനായിട്ട് പോയി പാളയമടിച്ചിരുന്ന, താവളമടിക്കുന്ന സ്ഥലത്ത്, പടയാളികൾ ഒരുമിച്ച് താമസിക്കുന്ന കൂടാരങ്ങൾ അടിക്കുന്ന സ്ഥലത്ത് നെപ്പോളിയൻ ഇങ്ങനെ ഇപ്രകാരം ഒരു കൽപ്പന കൊടുത്തിരുന്നു: പാതിരാത്രികളിൽ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ കൂടാരത്തിൽ ഒരു മെഴുതിരി പോലും കത്തിക്കരുത്, ഒരു ചെറിയ വിളക്ക് പോലും കത്തിച്ച് വെക്കരുത്. കാരണം രാത്രിയിൽ ഈ വെളിച്ചത്തിൻ്റെ മിന്നായം കണ്ട് ശത്രുക്കൾ ഇവർ താവളം അടിച്ചിരിക്കുന്ന, പാളയം അടിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അവർക്ക് മനസ്സിലായാൽ അവരവിടെ എത്തി ആക്രമിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു തിരി പോലും കത്തിച്ചു വെക്കാൻ പാടില്ല.
അപ്പോൾ തൻ്റെ സേവകരും പടയാളികളും സൈന്യവും താനിങ്ങനെ പറഞ്ഞ കാര്യം അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ യുദ്ധതന്ത്രജ്ഞനായ നെപ്പോളിയൻ പടയാളികൾ താമസിക്കുന്ന കൂടാരങ്ങളിലൂടെ പാതിരാത്രികളിൽ വേഷം മാറി നടക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഒരു പടയാളി കിടന്നുറങ്ങുന്ന ആ കൂടാരത്തിനകത്ത് ഒരു ചെറിയ വെളിച്ചം കണ്ട് ഈ മനുഷ്യൻ നെപ്പോളിയൻ ആ കൂടാരത്തിനകത്തേക്ക് കയറി. അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിന്റെ ചുവട്ടിൽ ഒരു നീളമുള്ള പേപ്പറിൽ എന്തോ നിറച്ചും കുത്തിക്കുറിച്ച് എഴുതി വെച്ച് ഒരു പേന അതിന്റെ പുറത്ത് വെച്ച് അതിനെ മീതെ തല വെച്ച് കിടന്ന് തളർന്നുറങ്ങുന്ന ഒരു പടയാളിയെ അയാൾ കണ്ടു. ഈ മനുഷ്യനെ ഉണർത്താതെ അയാൾ ഈ പേപ്പർ പതുക്കെ വലിച്ചെടുത്തു. അതിനകത്ത് അക്കമിട്ട് ഓരോരുത്തരുടെയും പേരെഴുതി ഈ പടയാളി എഴുതി വെച്ചിരിക്കുകയാണ്. അയാള് കൊടുത്തു തീർക്കാനുള്ള പണത്തിന്റെ കണക്ക്, ആർക്ക് എത്ര കൊടുക്കാനുണ്ട് എന്നത് വിശദമായി എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കനത്ത തുകകൾ കൊടുത്തു തീർക്കാൻ, വീട്ടിൽ തീർക്കാനുള്ള ഈ കടം, അതിന്റെ മുഴുവൻ കണക്കും എഴുതി വെച്ചിട്ട് അതിന്റെ ഏറ്റവും ഒടുവിൽ അയാള് ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യും. കാരണം എനിക്കറിയാൻ പാടില്ല ഈ കടമെല്ലാം ആര് വീട്ടും, ഈ കടമെല്ലാം ആര് വീട്ടും. നെപ്പോളിയൻ ഇത് വായിച്ചിട്ട് അയാളെ പേന എടുത്ത് അതിൻ്റെ അടിയിൽ അയാൾ ഇങ്ങനെ എഴുതി: ഈ കടമെല്ലാം ആര് വീട്ടും. അതിൻ്റെ താഴെ അയാൾ എഴുതി: നെപ്പോളിയൻ ബോണപ്പാർട്ട്. പ്രഭാതത്തിൽ ഉറക്കമെഴുന്നേൽക്കുന്ന പടയാളി കാണുന്നത് ഈ കടമെല്ലാം ആര് വീട്ടും? നെപ്പോളിയൻ. നെപ്പോളിയൻ ഈ കടമെല്ലാം വീട്ടും. മാനവരാശിയുടെ അവസ്ഥ, പ്രിയപ്പെട്ട മക്കളെ, ഈ കടമെല്ലാം ആര് വീട്ടും എന്നതായിരുന്നു. ഒരു ചെറിയ തെറ്റിന് പോലും പരിഹാരം ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം ദുർബലരാണ് നമ്മൾ. സങ്കീർത്തനം പറയുന്നുണ്ട്, ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും അത് തികയില്ല. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നിസാരമായ തെറ്റിന്റെ പോലും കടം വീട്ടി തീർക്കാൻ പറ്റില്ല. ആത്മാവിന്റെ നിത്യനാശത്തെ ഒഴിവാക്കാൻ മനുഷ്യന്റെ പരിഹാരത്തിന് പറ്റില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി മനുഷ്യന്റെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്തു എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരമായ വിശ്വാസ സത്യം. എന്റെ പാപങ്ങൾക്ക് പകരക്കാരനായി യേശു മരിച്ചു. എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഞാൻ പെട്ടെന്ന് 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ പറ്റി, യാഥാർത്ഥ്യ സംഭവമാണോ കഥയാണോ എന്നൊന്നും അറിയാൻ പാടില്ല, എങ്കിലും നമ്മൾ ഈ പറയുന്ന ആശയത്തെ സാധൂകരിക്കാൻ ഇത് സഹായിക്കും. സമജാത ഇരട്ടകൾ. ആ കുടുംബത്തിൽ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇരട്ട കുഞ്ഞുങ്ങളാണ്, ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. രണ്ടുപേരെയും കണ്ട ഒരുപോലെ ഇരിക്കും. അപ്പനമ്മമാർക്ക് പോലും കുഞ്ഞുങ്ങളുടെ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്ത അത്ര ഐഡന്റിക്കലായ കുട്ടികൾ. അതിലാദ്യം പറഞ്ഞ കുട്ടിയെ, ആദ്യം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുട്ടിയെ നമുക്ക് ചേട്ടനെന്ന് വിളിക്കാം. രണ്ടാമത് പുറത്തേക്ക് വരുന്ന കുട്ടിയെ അനുജെന്നും വിളിക്കാം. ഇവരിങ്ങനെ വളർന്നു വരുമ്പോ അപ്പനും അമ്മയും ഭക്തരാണ്, പ്രാർത്ഥിക്കുന്ന മക്കളാണ്. മൂത്ത മകൻ വലിയ വിശ്വാസിയായിട്ട് വളർന്നു. രണ്ടാമത്തവൻ മഹാക്രിമിനലായി മാറി. വഴിപിഴച്ചു പോയ മകന്റെ ദുർനടപ്പിലും ദുരിതം നിറഞ്ഞ ജീവിതത്തിലും പാപം നിറഞ്ഞ അവന്റെ വഴികളിലും മനസ്സു നൊന്ത് അപ്പനമ്മമാര് ഹൃദയം പൊട്ടി മരിച്ചു. മരണത്തിന് തൊട്ടു മുമ്പും ഈ ഇളയ മകനോട് അവന്റെ വഴിതിരുത്തണമെന്നവർ യാചിച്ചിരുന്നു. മൂത്ത മകനോട് പറഞ്ഞിരുന്നു, നിന്റെ ജീവിതകാലം മുഴുവൻ ഇവൻ മാനസാന്തരപ്പെടാൻ നിന്നാലാവും വിധമെല്ലാം ചെയ്യാൻ പറ്റുന്നതെല്ലാം നീ ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടിൽ ഒരു ഹർത്താല് പൊട്ടിപ്പുറപ്പെട്ടു. ഒരു ബന്ദ് ദിവസം ഹർത്താൽ അനുകൂലികൾ പൊതുനിരത്തിലൂടെ പ്രകടനമായി നടന്നു വരുന്ന വഴിയിലൂടെ വാഹനമെടുത്തുകൊണ്ട് എൻ്റെ സ്വതന്ത്ര സഞ്ചാരത്തെ തടയാൻ ആരുണ്ട് എന്ന അഹംഭാവത്തോടെ വാഹനമെടുത്ത് ഇവൻ ഹർത്താല് അനുകൂലികൾ നടത്തുന്ന പ്രകടനത്തിനിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയും ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് കയ്യാങ്കളിയിലും കയ്യേറ്റത്തിലും കലാശിക്കുകയും വാഹനത്തിൽ വെച്ചിരുന്ന വടിവാലെടുത്ത് ഈ ഇളയ മകൻ തലങ്ങും വിലങ്ങും വെട്ടുകയും അതിൽ 3 പേര് മരിക്കുകയും ചെയ്തു.
പ്രകോപനമില്ലാത്തൊരു ജനക്കൂട്ടത്തെ, പ്രകോപിതരല്ലാത്തൊരാൾക്കൂട്ടത്തെ ചെന്ന് പ്രകോപിപ്പിച്ച് വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആ മഹാഹീനമായ കൃത്യത്തിന്റെ പേരിൽ ഈ അനുജനെ ഒരു പേപ്പട്ടിയെ തിരഞ്ഞു നടക്കുന്നത് പോലെ ഓടിമറയുന്നവന്റെ പിന്നാലെ നാട്ടുകാർ മുഴുവൻ വടിയും വാളും ആയുധങ്ങളുമായി അവന്റെ പിന്നാലെ അലയുകയാണ്. സന്ധ്യ മയങ്ങി ഓടിമറഞ്ഞ് രക്ഷപ്പെട്ട ഇവൻ പാതിരാത്രിയിൽ വെളുക്കാറാകുമ്പോഴേക്കും കാത്തിരിക്കുന്ന, സങ്കടത്തോടെ കാത്തിരിക്കുന്ന ചേട്ടൻ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു പിൻവശത്തെ വാതിലിൽ മുട്ട് കേട്ട് ആ വാതിൽ വന്ന് തുറക്കുമ്പോൾ ദേഹമാസകലം ചോരയിൽ കുളിച്ചു നിൽക്കുന്ന അനുജനെ, തൻ്റെ ഇരട്ട സഹോദരനെ കാണുകയും അവനെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റുകയും ചെയ്തു. എന്താ മോനെ നീ ചെയ്തതെന്ന ചോദ്യത്തിന് പറയാൻ അവന് മറുപടിയില്ല. അവന് ആ നിമിഷത്തിന്റെ വൈകാരിക വിക്ഷോഭത്തിൽ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് മനസ്താപമുണ്ടെന്ന് കണ്ണീരിൽ ചാലിച്ച് പിന്നീട് അവൻ പറയുന്ന സംസാരത്തിൽ നിന്ന് ചേട്ടന് മനസ്സിലാവുമ്പോൾ ചേട്ടൻ പറയുകയാണ്, മോനെ പെട്ടെന്ന് പോയി കുളിക്കാൻ പറഞ്ഞു. അനുജൻ പറയുകയാണ്, ചേട്ടാ എന്നെ പിടിക്കാനും പിടിച്ച് കൊലപ്പെടുത്താനും അപായപ്പെടുത്താനും നാട്ടുകാർ മുഴുവൻ കത്തിച്ച തീപ്പന്തങ്ങളുമായി ഗ്രാമം മുഴുവൻ പരതി നടക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പോഴത്തെ ഒരറിവില്ലായ്മയിലും വൈകാരിക ക്ഷോഭത്തിലും ഞാൻ ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന അനുജനെ കുളിമുറിയിലേക്ക് തള്ളിക്കയറ്റി. അവൻ ഊരിവച്ച വസ്ത്രം പുറത്ത് ഇരിക്കുന്നു. അവൻ കുളിച്ചിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ ചേട്ടൻ പൊതുവെ സാധാരണ ധരിക്കാറുള്ള വസ്ത്രമെടുത്ത് അനുജന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അനുജൻ എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് ചേട്ടൻ പറയുകയാണ്, പെട്ടെന്ന് ഈ ഡ്രസ്സ് ഇടാൻ പറയുന്നു. അനുജന വേഷം, ചേട്ടന്റെ വേഷം ധരിക്കുമ്പോൾ പെട്ടെന്ന് അനുജൻ നോക്കി നിൽക്കെ ചേട്ടൻ അനുജന്റെ ചോര പുരണ്ട വസ്ത്രം എടുത്ത് അണിയുന്നു. എന്താണ് ഈ ചേട്ടൻ ചെയ്യുന്നതെന്ന് അനുജന് മനസ്സിലാവുന്നതിന് മുമ്പേ വാതിൽക്കൽ നാട്ടുകാര് തള്ളിത്തുറക്കാൻ ശ്രമിക്കുന്നതിന്റെ ശബ്ദം കേൾക്കാം. അനുജന് പെട്ടെന്ന് ഒന്നും പറഞ്ഞ് പ്രതിരോധിക്കാൻ നേരം കിട്ടുന്നതിന് മുമ്പേ നീ ഇനി ഒന്നും പറയരുത്, ഞാൻ പറയുന്നത് പോലെ ചെയ്തുകൊള്ളുക എന്ന് ആംഗ്യം കാണിച്ചിട്ട് പെട്ടെന്ന് ചേട്ടൻ പ്രകോപിതരായ ഒരാൾക്കൂട്ടത്തിന്റെ കോപാവേശങ്ങൾക്കിടയിലേക്ക് ചോര പുരണ്ട അനുജന്റെ വസ്ത്രങ്ങളും ധരിച്ച് അനുജനാണെന്ന ഭാവേന ഇറങ്ങിച്ചെല്ലുകയും നാട്ടുകാരി ചേട്ടനെ പൊതിരെ തല്ലുകയും പോലീസിൽ ഏൽപ്പിക്കുകയും പ്രകോപിതരല്ലാത്തൊരു ജനക്കൂട്ടത്തിന് നേരെ ആയുധം വീശി കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ കോടതി ഈ മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു. മരണം കാത്തുകിടക്കുന്ന ചേട്ടനെ കാണാൻ നിലവിളികളുമായി അനുജൻ ജയിലിലെത്തി. എൻ്റെ ചങ്കിനകത്ത് മുഴുവൻ വേവലാതിയും വേദനയുമാണ്. ആരോടെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും. ഞാനിതെല്ലാവരോടും വിളിച്ചു പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹൃദയം പൊട്ടിക്കരയുന്ന അനുജനെ കമ്പിയഴികൾക്കിടയിലൂടെ കൈ പുറത്തേക്കിട്ട് ആ മകന്റെ അനുജന്റെ കണ്ണുനീര് തുടച്ചിട്ട് ചേട്ടൻ പറയുകയാണ്, മോനെ നമ്മളും തലയ്ക്ക് മീതെ മരിച്ചു നിൽക്കുന്ന അപ്പനമ്മമാരും പിന്നെ എല്ലാവരുടെയും ഉടയവനായ ദൈവവുമല്ലാതെ മറ്റാരും ഇത് അറിയാൻ പാടില്ല. അപ്പനും അമ്മയും മരിക്കുന്ന നേരം വരെയും അപ്പനമ്മമാരുടെ ചങ്കിനകത്ത് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, നീ മാനസാന്തരപ്പെടണം, നല്ല വഴിക്ക് തിരിയണം. നല്ല വഴിക്ക് തിരിയാനും ജീവിതം തിരുത്താനും ദൈവം നിനക്ക് തന്ന അവസരമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവരെന്നെ തൂക്കിലേറ്റും. നീ ചേട്ടനാണെന്ന് പറഞ്ഞ് ജീവിക്കണം. ചേട്ടന്റെ സൽപ്പേര്, ചേട്ടനുണ്ടാക്കിയെടുത്ത സമൂഹ മധ്യത്തിലുള്ള നല്ല പേരും സമൂഹത്തിലുള്ള മമതയും മറ്റുള്ളവർക്ക് ചേട്ടനോടുള്ള താല്പര്യവും ഇനി അത് നിന്റേതാണ്. ചേട്ടന്റെ സമ്പത്ത് നിന്റേതാണ്, ചേട്ടന്റെ വീട് നിന്റേതാണ്, ചേട്ടനുണ്ടായിരുന്നത് മുഴുവൻ നിന്റേതാണ്. നിന്റെ കൊലപാതകവും ആ കൊലപാതകത്തിന്റെ ശിക്ഷയും ചേട്ടൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അനുജൻ ചെയ്ത തെറ്റിന് പകരക്കാരനായി ചേട്ടൻ വധശിക്ഷ ഏറ്റുവാങ്ങുന്നത്, ചേട്ടന്റെ മരണത്തിന് ശേഷം അനുജൻ ചേട്ടനാണെന്ന ആ പദവിയിൽ ജീവിക്കുന്നത്, ചേട്ടൻ്റെതായ എല്ലാം അനുജൻ അനുഭവിക്കുന്നത്, ഇത് കഥയാവാം, സംഭവമാവാം. 2000 വർഷം മുമ്പ് കാൽവരിക്കുന്നിൽ സംഭവിച്ചത് ഈ കൈമാറ്റമാണ്. ചോര പുരണ്ട വസ്ത്രം ധരിച്ച കൊലപാതകികളായ രക്താങ്കിതമായ ജീവിത രീതികളിലൂടെ കളങ്കപ്പെട്ട മാനവരാശിയിലെ അനുജന്മാരുടെ മഹാപരാധങ്ങൾ മുഴുവൻ ചേട്ടൻ കുരിശിലെ പീഡാനുഭവങ്ങളിൽ ഏറ്റുവാങ്ങി. ചേട്ടൻ അനുജന്മാരുടെ അനുജത്തിമാരുടെയും മുഴുവൻ പാപങ്ങളും സമസ്താപരാധങ്ങളും ശിരസിലേന്തി
ഗത്സമനയിൽ അവന്റെ സിര പൊട്ടി, അവൻ രക്തം, അവന്റെ വിയർപ്പ് തുള്ളി രക്തമായിട്ട് പുറത്തു വന്നു. രക്തം വിയർത്തു എന്ന് പറയുന്നതിന് ആലങ്കാരികമായൊരർത്ഥമല്ലുള്ളത്, വാച്യാർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. അവന്റെ സിര പൊട്ടി, രക്തമൊഴുകി, വിയർപ്പ് തുള്ളികളായിട്ട് രക്തമൊഴുകി. കാരണം ഭൂമിയിൽ ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത മഹാപരാധങ്ങളുടെ ആകത്തുകയാണ് ഒരു മനുഷ്യൻ, നിർമ്മലനായ മനുഷ്യൻ, തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യൻ, നീതിമാനായൊരു മനുഷ്യൻ, കളങ്കിതനല്ലാത്തൊരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാഴിക മുതൽ മരണം അവനെ 3 ആണികളിൽ തൂക്കിലേറ്റുന്നത് വരെ അകളങ്കിതനായി കറയില്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മാനവരാശി ചെയ്തുകൂട്ടിയ ആദം മുതൽ മനുഷ്യരാശി പ്രപഞ്ചം അവസാനിക്കുന്ന കാലം വരെയും ചെയ്തു കൂട്ടാൻ സാധ്യതയുള്ള മുഴുവൻ അപരാധങ്ങളും ഒരു മനുഷ്യന്റെ ശിരസിൽ ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ മഹാവേദനയാണ് അവൻ ഏറ്റുവാങ്ങിയത്. അവൻ എന്റെയും നിന്റെയും പകരക്കാരനായി മാറി. 2000 വർഷം മുമ്പ് കാൽവരിയിൽ 3 ആണികളിൽ തൂക്കിലേറ്റപ്പെടേണ്ടിയിരുന്നത് ഞാനും നീയുമാണ്. ഈശോ മരിച്ച കാൽവരി മല, ആ മലയുടെ തൊട്ടടുത്ത കുന്നിന്റെ പേരാണ്, അതേ മലയുടെ മറ്റൊരു ഭാഗത്തിന്റെ പേരാണ് മോറിയ മല. കാൽവരി മലയിലാണ് യേശുവിന്റെ കുരിശുയർത്തപ്പെട്ടത്. കാൽവരി മലയിൽ യേശുവിന്റെ കുരിശുയർത്തപ്പെട്ടു. ആ അതേ മലയുടെ മറ്റൊരു ഭാഗമാണ് മോറിയ മല. ഈശോ കാൽവരി കുരിശിൽ മരിക്കുന്നതിന് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരപ്പൻ മകനെയും കൊണ്ട് ആ മോറിയ മലയുടെ മുകളറ്റം കയറി ചെന്നു, മുകളിലേക്ക് കയറി ചെന്നു. 2 യാത്രകളെ സമാന്തര ദിശയിൽ വായിക്കാം. അബ്രഹാം എന്നൊരപ്പൻ ഇസഹാക്ക് എന്ന മകനെയും കൊണ്ട് ഇതേ മലയിലേക്ക്, ഇതേ മലയുടെ മറ്റൊരു ഭാഗത്തേക്ക്. മറിയം എന്നൊരമ്മ ഈശോ എന്ന മകനെയും കൊണ്ട് അതേ മലയുടെ മറ്റൊരു സൈഡിലേക്ക്. ഇസഹാക്കിനെ കൊണ്ടുപോയത് അപ്പൻ, യേശുവിനെ കൊണ്ടുപോയത് അമ്മ. ഇസഹാക്ക് ചുമന്നത് വിറക് കെട്ട്, ഈശോ ചുമന്നത് കുരിശ്. രണ്ടും മരത്തിൽ മരം വെട്ടിക്കീറി ഉണ്ടാക്കിയതാണ്. 2 മക്കളുടെയും യാത്ര മലമുകളിലേക്ക്, ഒരേ മല. യാത്രക്കിടയിൽ ഇസഹാക്ക് എന്ന മകൻ ചോദിക്കും, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? യാത്രയുടെ ഒടുവിൽ ഈശോ എന്ന മകൻ ചോദിക്കും, അപ്പാ നീ പോലും എന്നെ കൈവിട്ടോ? ഇസഹാക്ക് ചുമന്നുകൊണ്ടുവന്ന വിറക് കെട്ടിന്റെ മീതെ ഇസഹാക്കിനെ വിരിച്ചു കിടത്തി. ഈശോ ചുമന്നു കൊണ്ടുപോയ കുരിശിന്റെ മീതെ ഈശോയുടെ കരങ്ങളും കാലുകളും കരചരണങ്ങൾ വലിച്ചു നീട്ടി ആണിയടിച്ചു. പ്രിയപ്പെട്ടവരെ, 2 യാത്രകളും സമാന്തരമാണ്, സമാനതകളുള്ളതാണ്. അപ്പൻ കൊണ്ടുപോയ യാത്ര, അമ്മ കൊണ്ടുപോയ യാത്ര, മലമുകളിലേക്കുള്ള യാത്ര, വിറക് മരത്തിന്റെ മരം വെട്ടിക്കീറി ഉണ്ടാക്കിയ വിറകും മരം വെട്ടിക്കീറി ഉണ്ടാക്കിയ കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്ര. യാത്രക്കിടയിലെ മകന്റെ ചോദ്യം, യാത്രാന്ത്യത്തിലെ മകന്റെ ചോദ്യം, എല്ലാം സമാനതകളാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഈ 2 യാത്രക്കിടയിൽ. ആ വ്യത്യാസത്തിലാണ് മാനവരാശിയുടെ രക്ഷയുടെ രഹസ്യം കിടക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഈ 2 യാത്രക്കിടയിൽ. എന്താണ് വ്യത്യാസം? മറിയം എന്ന അമ്മ തിരുവെഴുത്തുകൾ കാണാതറിയാവുന്ന അമ്മയായിരുന്നു. മറിയത്തെക്കുറിച്ച് സഭയുടെ പാരമ്പര്യം പറയുന്നത്, മറിയം ബാല്യകാലത്തിൽ മാതാപിതാക്കന്മാർ മരിച്ച് മറിയം എന്ന ദൈവമാതാവ് ദേവാലയത്തിലാണ് വളരുന്നത്. അവളുടെ ബാലകൗമാരങ്ങൾ അവൾ ചെലവിടുന്നത് ദേവാലയത്തിലാണ്. തിരുവെഴുത്തുകൾ, അന്ന് നിലവിലുള്ള ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും തിരുവെഴുത്തുകൾ നന്നായിട്ട് കാണാതറിയാവുന്ന ആളായിരുന്നു മറിയം. ഉദാഹരണത്തിന്, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അവസാനത്തെ പ്രാർത്ഥന 31-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം, അപ്പാ നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു. 31-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം. ഇത് യഹൂദ അമ്മമാര് മക്കളെ കാണാതെ പഠിപ്പിച്ചിരുന്ന സങ്കീർത്തനമാണ്. മാതാവിന് ഈ സങ്കീർത്തനം കാണാപ്പാടമായിരുന്നു. മാതാവിന് തിരുവെഴുത്തുകൾ കാണാപ്പാടമായിരുന്നു. തിരുവെഴുത്തുകൾ വായിച്ചിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന് ഇതേ മലയിൽ മറ്റൊരു യാത്ര, ചരിത്രത്തിന്റെ മറ്റൊരു ദശാസന്ധിയിൽ നടന്ന, മറ്റൊരു കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു യാത്രയെപ്പറ്റി, അബ്രഹാം ഇസഹാക്കിനെ കൊണ്ടുപോയ യാത്രയെപ്പറ്റി പരിശുദ്ധ കന്യകാമറിയത്തിന് സുപരിചിതമായ അറിവുണ്ടായിരുന്നു, നല്ല പരിചയം ഉണ്ടായിരുന്നു.
ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, തിരുവെഴുത്തുകൾ നന്നായിട്ട് വായിച്ചിട്ടുള്ള ഈ അമ്മ, ഉദാഹരണത്തിന് മറിയത്തിന്റെ സ്തോത്രഗീതം, പഴയ നിയമത്തിലെ സാമുവേലിന്റെ അമ്മ ഹന്നായുടെ സ്തോത്രഗീതം അതേപടി മറ്റ് ചെറിയ 1-2 വാക്യങ്ങളിലുള്ള വ്യത്യാസമല്ലാതെ മറിയത്തിന്റെ സ്തോത്രഗീതം ഹന്നായുടെ സ്തോത്രഗീതം തന്നെയാണ്. തിരുവെഴുത്തുകൾ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് വായിന്ന് വരുന്നത് മുഴുവൻ തിരുവെഴുത്തായിരുന്നു. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മക്കളെ, കാൽവരിയുടെ നെറുകയിൽ യേശുവിന്റെ കുരിശുമരം നെടുകയും കുറുകയും ചേർത്തടിക്കപ്പെട്ട ഈ കുരിശെന്ന മഹാമരത്തെ അങ്ങനെ കാൽവരി ഗാഗുൽത്താമലയുടെ നെറുകയിൽ നിവർത്തിക്കിടത്തിയിട്ട് യേശുവിനെ ആ കുരിശിലേക്ക് കിടത്തിയിട്ട് യേശുവിന്റെ കൈകളും കാലുകളും, കയ്യും കാലും ഇങ്ങനെ വലിച്ചു നീട്ടി ആ കൈയിലേക്ക്, കൈത്തണ്ടയിലേക്കും കാലുകളിലേക്കും ആണി അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചോളുക, പടയാളി ചുറ്റികെടുത്തിട്ട് കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ആ രംഗം, കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുമ്പോ മറിയത്തിന്റെ മനസ്സോർത്തത് മറ്റൊരു സംഭവമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ മലയുടെ മറ്റൊരു ഭാഗത്ത് ഇതുപോലൊരു അപ്പൻ ഇതുപോലൊരു കുഞ്ഞിനെയും കൊണ്ട് ഇതേ മലയുടെ മറ്റൊരു ഭാഗത്ത് അവൻ ചുമന്നുകൊണ്ടുവന്ന വിറകുകെട്ടിന്റെ മീതെ അവനെ വലിച്ചിങ്ങനെ, ഈ മകൻ കിടക്കുന്നത് പോലെ അവനെ ഇങ്ങനെ വലിച്ചു നിവർത്തി കിടത്തിയിട്ട് കൂട്ടിക്കെട്ടിയിട്ട് മാറാപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് അവനെ വെട്ടാൻ വേണ്ടി അവന്റെ കഴുത്തിലേക്ക് ഈ കത്തി ആഞ്ഞു പതിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ കൈ ഉയർത്തി നിന്ന ആ ശരീരഭാഷയുണ്ടല്ലോ, ആ ബോഡി ലാംഗ്വേജ്, മറിയം ഓർത്തത് അതാണ്. മറിയം കണ്ണുപൂട്ടി, പരിശുദ്ധമ്മ കണ്ണുപൂട്ടിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു, അന്ന് അബ്രഹാം എന്ന ആ ജ്ഞാനവൃദ്ധൻ മാറാപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കൊലക്കത്തി കയ്യിലെടുത്ത് മകൻ ഇസഹാക്കിന്റെ മൃദുല ശരീരത്തിലേക്ക് ആ കത്തി ആഞ്ഞു കുത്താൻ തുടങ്ങുമ്പോ തേജസ്സിന്റെ കൂടാരങ്ങൾ, ആകാശത്തിന്റെ കനകവാതിലുകൾ തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ഇടിമുഴക്കം പോലെ ഒരു സ്വരമുണ്ടായി, മകന്റെ മേൽ കത്തി വെക്കരുത്, മകനെ കൊല്ലരുത്. മറിയമെന്നൊരു പാവം അമ്മ കാൽവരിയുടെ നെറുകയിൽ കുരിശുമരത്തിൽ വലിച്ചു നിവർത്തി കിടത്തിയിരിക്കുന്ന മകന്റെ കൈത്തണ്ടയിലേക്ക് 5 ഇഞ്ച് നീളമുള്ള കാരിരുമ്പിന്റെ ആണി പടയാളി എടുത്തു വെച്ചിട്ട് ചുറ്റിക ഉയർത്തിയപ്പോ അമ്മയോർത്തു, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെടും, ദൈവത്തിന്റെ സ്വരം ഉണ്ടാവും, മകന്റെ കയ്യിൽ ആണി അടിക്കരുത്. വെറുതെയെങ്കിലും ആ അമ്മ അങ്ങനെ ഓർത്തിട്ടുണ്ടാവും. ആ അമ്മയ്ക്ക് അങ്ങനെ ഓർക്കാൻ 100 ന്യായങ്ങളുണ്ട്. കാരണം ഗബ്രിയേൽ മാലാഖ നസറത്തിലെ കൊച്ചു വീട്ടിൽ ഈ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് അങ്ങനെയാണ്, ഇവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ഇവൻ വലിയവനായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അത് വിശ്വസിച്ച് ഈ അമ്മയ്ക്ക് എന്തുകൊണ്ടും ചിന്തിക്കാൻ ന്യായമുണ്ട്. ഈ മലമുകളിൽ അവന്റെ കൈത്തണ്ടയിലേക്ക് നിസ്സഹായതയുടെ പരകോടിയിൽ നീചനും നിന്ദിക്കപ്പെട്ടവനും നിസ്വനും നീചനുമായിട്ട് വിധിചാർത്തപ്പെട്ടി പാവം 33കാരൻ കുരിശിന്റെ പക്ഷങ്ങളിലേക്ക് കൈകളും കുരിശിന്റെ താഴോട്ടുള്ള ഭാഗത്തേക്ക് അവന്റെ കാലുകളും നീട്ടിക്കിടക്കുമ്പോ എന്തുകൊണ്ടും ഈ മകനെ, അത്യുന്നതന്റെ പുത്രനെ, എന്നേക്കും നിലനിൽക്കുന്ന രാജ്യമുള്ള ഈ രാജാവിനെ വെറുതെ വിടാൻ എന്തുകൊണ്ട് ന്യായമുണ്ട്? അബ്രഹാമിന്റെ മകന് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾക്ക് തുറക്കപ്പെടാമെങ്കിൽ അത്യുന്നതന്റെ മകന് വേണ്ടി എന്തുകൊണ്ട് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടുകൂടാ? പ്രിയപ്പെട്ട മക്കളെ, മറിയത്തിന്റെ പ്രാർത്ഥന സഫലമായില്ല. ഭൂമിയിലേക്ക് കേൾക്കപ്പെടാതെ പോയ, അല്ലെങ്കിൽ ഉത്തരം കിട്ടാതെ പോയ 1000 അമ്മമാരുടെ പ്രാർത്ഥനകൾക്ക് പ്രതീകമെന്നോണം ഈ അമ്മയുടെ പ്രാർത്ഥനയെ ആകാശം തടഞ്ഞു വെച്ചു. മകന്റെ കൈത്തണ്ടയിൽ ആണിയടിക്കപ്പെട്ടു, ചോര ചാലുകീറി ഒഴുകി, മകൻ 3 ആണികളിൽ തൂക്കപ്പെട്ടു. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക പ്രിയപ്പെട്ട മക്കളെ, അതിന്റെ കാരണം ഇതാണ്. അബ്രഹാമിന്റെ മകനെ ദൈവം വെറുതെ വിട്ടു, അബ്രഹാമിന്റെ മകനെ തിരിച്ചു കിട്ടി. ഇസഹാക്ക് വെറുതെ വിടപ്പെട്ടു, കാരണം ഇസഹാക്കിന് പകരം ഈശോ ബലിയായി. ഇസഹാക്ക് വെറുതെ വിടപ്പെടണമെങ്കിൽ, ഇസഹാക്കിനെ വിധിവാചകം ഉച്ചരിക്കാതെ വെറുതെ വിടണമെങ്കിൽ
ഇസഹാക്കിന് പകരം അതേ മലയിൽ മറ്റൊരാള് ബലിയായതുകൊണ്ടാണത്. ഇസഹാക്ക് നമ്മളാണ്, നമ്മുടെ പ്രതീകമാണ്. നമ്മളെ ദൈവം വെറുതെ വിട്ടു. അതുകൊണ്ടാണ് കുമ്പസാര കൂട്ടിച്ചെന്ന് എത്ര കൊടിയ അപരാധവും ഏറ്റു പറയുമ്പോൾ ഒന്നോ രണ്ടോ പ്രാർത്ഥന പ്രായശ്ചിത്തമായിട്ട് തന്നിട്ട് പറയുന്നത് സമാധാനത്തോടെ പൊക്കൊള്ളുക, ഗോ ഇൻ പീസ്. കാരണം എന്താ? നീ ചെയ്ത സകല തെറ്റിനും ഇത് ഈ മലയുടെ മറ്റൊരു ഭാഗത്ത് മറ്റൊരാള് പരിഹാരം ചെയ്തു.